വെൽക്കം ടു മെഹർനാസ് വേൾഡ്. കുറേ കാലത്തിന് ശേഷം ഞാൻ ചെയ്യുന്ന ഒരു പുതിയ ലോങ് വീഡിയോ ആണ് ഇന്ന്. അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ആക്ച്വലി ചെയ്യാൻ പോകുന്നത് എൻ്റെ സ്റ്റഡി റുട്ടീനൊന്നുമല്ല. അപ്പം ഹിന്ദിയാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഹിന്ദി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിന്ദി മാത്സ് ഈ രണ്ട് സബ്ജക്റ്റും എന്നെ വല്ലാതെ വട്ടം കറക്കുന്ന സബ്ജക്റ്റാണ്. അപ്പോൾ 10th എത്തിയതിന് ശേഷം ഞാനിതിൽ കുറേ മോഡിഫിക്കേഷനൊക്കെ വരുത്തി നോക്കി. അപ്പം എനിക്ക് ഈ രണ്ട് സബ്ജക്റ്റിൽ നല്ല ഇമ്പ്രൂവ്മെൻറ്റ് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പം അത് ഞാൻ നിങ്ങൾക്ക് കൂടെ ഷെയർ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ അധികം നേരം വർത്തമാനം പറഞ്ഞ് ഇനി നമ്മൾ നിന്ന് കഴിഞ്ഞാൽ നമ്മളെ സമയം ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഓടിപ്പോയി പഠിക്കാം. ഹിന്ദി എനിക്ക് നല്ല ടഫുള്ളൊരു സബ്ജക്റ്റായി മാറാനുള്ള കാരണം എന്താണെന്നറിയോ? കൊറോണയൊക്കെ കഴിഞ്ഞ് ഞാൻ 8th പോയ സമയത്ത് ഹിന്ദി ആയിട്ടുള്ള എല്ലാവിധ ടച്ചും വിട്ടിട്ടാണ് ഞാൻ പോകുന്നത്. അപ്പോൾ ഹിന്ദിയോട് എനിക്ക് ഒരു ഇഷ്ടമില്ലായിരുന്നു. അങ്ങനെയാണ് എൻ്റെ ക്ലാസ്സിലപ്പോൾ ജാസ്മിൻ മിസ് എന്ന് പറഞ്ഞൊരു മിസ്സ് വരുന്നത്. അങ്ങനെ ടീച്ചറെ ക്ലാസ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു തുടങ്ങി. ടീച്ചർ 8th 9th ഇപ്പോൾ 10th ടീച്ചർ തന്നെയാണ്. അങ്ങനെ ടീച്ചറെ ക്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നന്നായിട്ട് മനസ്സിലാവും. എല്ലാ കാര്യങ്ങളും നന്നായിട്ട് മനസ്സിലാക്കി തരും. അതേപോലെ നമ്മൾ എത്ര ഡൗട്ട് ചോദിച്ചാലും നന്നായിട്ട് പറഞ്ഞു തരാറുമുണ്ട്. അപ്പോൾ ആ ടീച്ചറെ ക്ലാസ് കേട്ടപ്പം എനിക്ക് തോന്നി ഇത് ഞാൻ പഠിച്ചേ പറ്റുള്ളൂ, ഹിന്ദി പഠിക്കണം. കാരണം ഇത്ര നല്ലൊരു ടീച്ചറിനെ കിട്ടിയിട്ട് ഞാൻ വെറുതെ ഹിന്ദി പഠിക്കാൻ നടന്നാൽ അത് മോശമല്ലേ. അങ്ങനെ 8th വെച്ച് ഞാൻ അത്ര വലിയ മൈൻഡൊന്നും കൊടുത്തില്ല. പക്ഷേ 9th എനിക്ക് കുറച്ചും കൂടെ ബോധം കൂടി, അതായത് പഠിക്കണമെന്നുള്ള. അങ്ങനെ ഞാൻ 9th പഠിക്കാൻ തുടങ്ങി. പക്ഷേ എങ്ങനെ പഠിക്കണം, എവിടുന്ന് പഠിക്കണം എന്ന ഒരു ഐഡിയ ഇല്ലാതിരിക്കുകയായിരുന്നു ഞാൻ. അങ്ങനെ യൂട്യൂബിലൊക്കെ കയറി കുറേ തപ്പി. പക്ഷേ എനിക്ക് അനുയോജ്യമായ ഒന്നും കിട്ടിയില്ല. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് നമ്മുടെ ഫെയിലിയറിന് നമ്മളെ മിസ്റ്റേക്കുകൾ എന്താ നമ്മൾ തന്നെ കണ്ടെത്തി അതിൻ്റെ സൊല്യൂഷൻ നമ്മളാണ് കാണേണ്ടത്, അല്ലേ? അപ്പം എൻ്റെ പ്രശ്നം എന്തായിരുന്നു വെച്ചാൽ മാർക്ക് കുറയുക. ആ മാർക്ക് കുറയാനുള്ള കാരണം എന്തായിരുന്നു? എനിക്ക് ഒരുപാട് വേർഡ്സിൻ്റെയും അർത്ഥമൊന്നും അറിയില്ലായിരുന്നു. 9th ഞാൻ എങ്ങനെ പഠിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മിസ്സ് തരുന്ന നോട്ട്സൊന്നും അന്നന്ന് നോക്കുകയില്ല. പകരം എക്സാമിൻ്റെ തലേന്ന് എല്ലാം കൂടെ ഒന്നിച്ച് കാണാപ്പാഠം പഠിച്ച് എക്സാം പോയി എഴുതി ഖായും ഖയും ഹോയും ഹേയും എല്ലാം കൂടെ മിക്സായി എൻ്റെ പേപ്പർ വല്ലാത്തൊരു കോലത്തിലായിരുന്നു ഇരിക്കാറ്. അങ്ങനെ 10th ഇങ്ങനെ പോയാൽ പറ്റില്ലാന്ന് തോന്നിയിട്ടാണ് ഞാൻ എൻ്റെ കഥയിലേക്കൊരു സൂപ്പർ ഹീറോ വരുന്നത്. ആ സൂപ്പർ ഹീറോ ആരാന്നറിയോ? ഗൂഗിൾ ട്രാൻസ്ലേറ്റ്. യെസ്, അങ്ങനെ ഞാൻ മിസ്സ് തരുന്ന നോട്ട്സിനൊക്കെ ഓരോ സെൻറ്റൻസ് ബൈ സെൻറ്റൻസ് ഗൂഗിൾ ട്രാൻസ്ലേറ്റിൽ ഇരുന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യും. എന്നിട്ട് ഒരു പേപ്പറിൽ എഴുതി വെച്ചിട്ട് ആ പേപ്പറും മിസ്സ് തന്ന നോട്ടും കൂടെ നോക്കിയിട്ടാണ് ഞാൻ പഠിക്കാറ്. പിന്നെ ലേബറന്തിൻ്റെ ഹെൽപ്പ് എന്താണെന്ന് വെച്ചാൽ ഞാൻ കൂടുതലും ലേബറന്തിയിൽ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കിയിട്ടാണ് എഴുതാറ്. അതൊക്കെ ചെയ്യാറുണ്ട്. അതുപോലെ അതിനകത്തുള്ള പാഠങ്ങളൊക്കെ നമുക്കൊന്നും കൂടെ ഓർമ്മിക്കാനൊക്കെ വേണ്ടിയിട്ട് ഞാൻ ഇതൊക്കെ ഒന്ന് വായിച്ചു നോക്കാറുമുണ്ട്. പിന്നെ ഹിന്ദി പഠിക്കുമ്പം നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ എക്സാമിനൊക്കെ കൂടുതലും നമുക്ക് വരിക എങ്ങനെയാണെന്നറിയോ? നമുക്ക് പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ് തരും. എന്നിട്ട് അതിൽ നിന്നും നമ്മൾ 1 വേർഡൊക്കെ നമുക്ക് എങ്ങനെയും തട്ടിമുട്ടി ഒപ്പിച്ചൊക്കെ എഴുതാൻ പറ്റും. പക്ഷേ 4 മാർക്ക് ക്വസ്റ്റ്യൻസ് വന്നാൽ അവിടെയാണ് നമ്മൾ പെടുന്നത്. 4 മാർക്ക് ക്വസ്റ്റ്യൻസ് വരുന്ന സമയത്ത് നമ്മൾ കൂടുതൽ അതിലേക്ക് ഫോക്കസ് കൊടുക്കണം. അതേപോലെ ഹിന്ദിയിലെ ഗ്രാമർ പോർഷൻസ് അധികമൊന്നും ഹിന്ദിയിൽ ചോദിക്കാറില്ലെങ്കിലും നമുക്ക് ടെക്സ്റ്റ് ബുക്കിനകത്ത് തരുന്നത് നമ്മൾ സ്കിപ്പ് ചെയ്ത് കളയാൻ പാടില്ല. അതെന്തായാലും നോക്കണം. ടെക്സ്റ്റ് ബുക്ക് എല്ലാ സബ്ജക്റ്റിനും ഇമ്പോർട്ടൻ്റ് ആണ്. ടെക്സ്റ്റ് ബുക്കിലുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് കൂടുതൽ അതിന് കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ കഴിയുള്ളൂ. ഞാൻ ട്യൂഷന് പോകുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ടെക്സ്റ്റും ലേബറിൻ്റെയും പിന്നെ മിസ് തരുന്ന നോട്ട്സ് വെച്ചിട്ടാണ് പഠിക്കുന്നത്. പിന്നെ ഇന്നത്തെ കാലത്ത് നമുക്ക് ഡൗട്ട് ഒഴിക്കാനും എല്ലാത്തിനും ഒരുപാട് വഴികളുണ്ട്. നമുക്ക് വേണമെങ്കിൽ യൂട്യൂബും എല്ലാം നമുക്ക് യൂസ് ചെയ്യാം. സോ നിങ്ങൾ മാക്സിമം സ്മാർട്ടായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ ശ്രദ്ധിക്കുക. അതായത് ഹാർഡ് വർക്ക് ഈസ് ഗുഡ് ബട്ട് സ്മാർട്ട് വർക്ക് ഈസ് ബെറ്റർ ദാൻ ഹാർഡ് വർക്ക്, അല്ലേ? അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക? സ്മാർട്ട് വർക്ക് ചെയ്യാൻ ശ്രമിക്കുക. മാക്സിമം കാര്യങ്ങൾ എവിടെ നിന്നൊക്കെ കിട്ടുമോ അത് അങ്ങനെ നോക്കുക. പിന്നെ ഡൗട്ട് ചോദിക്കാൻ നമ്മൾ ഒരിക്കലും മടിക്കാൻ പാടില്ല. അത് നമ്മളോട് ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റായിരിക്കും. കാരണം പുതിയ അറിവുകൾ കിട്ടുക എന്നുള്ളത് നമ്മുടെ ആവശ്യമാണ്. അപ്പം നമുക്ക് വേണ്ടി നമ്മളതൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ഗുഡ് തിങ്. ഓക്കെ, ഞാൻ ആദ്യം അങ്ങനെ ആരോടൊന്നും ഡൗട്ട് ചോദിക്കുന്ന ആളൊന്നുമല്ലായിരുന്നു. പക്ഷേ പിന്നെയാണ് എനിക്ക് മനസ്സിലായത് ഞാൻ ഡൗട്ട് ചോദിക്കാതിരുന്ന അതാണ് കുഴപ്പമാവുക. പിന്നെ ഇത് എൻ്റെ സ്റ്റഡി ടേബിൾ അല്ല കേട്ടോ. ഇത് ഉമ്മി ക്രാഫ്റ്റൊക്കെ ചെയ്യുന്നൊരു ടേബിളാണ്. അപ്പം അനിയത്തി വന്ന് എന്നെ പഠിക്കുന്നതിൻ്റെ ഇടയിൽ കളിക്കാൻ വരുമോ എന്ന് ചോദിച്ച് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ മെല്ലെ അവൾ കാണാതെ മുകളിൽ വന്നിരുന്ന് പഠിക്കുമായിരുന്നു. പക്ഷേ അവളെങ്ങനെയോ അറിഞ്ഞു ഞാൻ ഇവിടെ ഉണ്ട്. അങ്ങനെ പറഞ്ഞു തരുന്നതിന് മുന്നേ അവൾ എൻ്റെ അടുത്തെത്തി. പിന്നെ കുറച്ച് നേരം അവളെ കൂടെ കളിച്ച് അങ്ങനെ
കുറച്ച് നേരം കഴിഞ്ഞിട്ടാണ് ഞാൻ പിന്നെ പഠിക്കാനിരുന്നത്. അടുപ്പിച്ചിരുന്ന് കുറേ നേരം പഠിക്കുന്നതിന് നല്ലത് ഒരു 25 മിനിറ്റ്സ് പഠിച്ചിട്ട് 5 മിനിറ്റ്സ് ബ്രേക്ക് എടുത്ത് പഠിക്കുന്നതാണ്. അങ്ങനെ പഠിക്കുമ്പോൾ എന്നുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് കൂടുതൽ നേരം കാര്യങ്ങൾ ഓർമ്മയിലുണ്ടാവും. കാരണം 25 മിനിറ്റ്സ് മാത്രമേ നമ്മളെ ബ്രെയിൻ ഒരു കാര്യത്തിൽ ഫോക്കസ്ഡ് ആയിരിക്കുള്ളൂ. പിന്നെ ബാക്കി 5 മിനിറ്റ്സ് ബ്രേക്ക് എടുത്ത് പിന്നെ പോകുമ്പം അതൊരു കുഴപ്പമായിട്ട് തോന്നില്ല, ബോറടിക്കുകയില്ല. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. പിന്നെ ഇതേപോലെയുള്ള നല്ല നല്ല കുറച്ച് സ്റ്റഡി ടിപ്സും അതേപോലെ ഡിസിപ്ലിനായിട്ട് ലൈഫ് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം, മോട്ടിവേഷൻ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് എൻ്റെ ഈ ചാനലിലൂടെ ഞാൻ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളോടൊക്കെ താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതേപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ ഒരു ലൈഫ് ഡിസിപ്ലിൻ്റെ വീഡിയോ ചെയ്യാനാണ് ഞാൻ വിചാരിക്കുന്നത്. ഒരു 2 മന്തോളമായിട്ട് ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നതാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് കൂടെ ഷെയർ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതൊക്കെ കാണണം എന്നുള്ളവർ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെല്ലൈക്കൺ അമർത്താൻ മറക്കരുത്. അപ്പോൾ ശരി, ടാറ്റാ.